രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ്, MLA സ്ഥാനം, ഇതിനൊക്കെ അപ്പുറം ചില മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരോട് സ്നേഹം കാണിക്കുക എന്ന് പറയുന്നതാണ് ഒരു ജനപ്രതിനിധി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഈ പറയുന്ന പോലെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സംസാരിക്കുക, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വിമർശിക്കുക, ഭരണപക്ഷത്ത് വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ സാധാരണമാണ്. ഇതിനൊക്കെ അപ്പുറം ഇപ്പൊ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അമ്പൂരിയിലെ, ഈ പറയുന്ന ഹരിപ്പാട് പോലുമല്ല, അമ്പൂരിയിലെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് വീട് വെച്ച് നൽകി. അതും രമേശ് ചെന്നിത്തലയുടെ കുടുംബവും ചേർന്നാണ് വീട് വെച്ച് നൽകിയത്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് രമേശ് ചെന്നിത്തല ഇത്തരം കൈത്താങ്ങുമായി പോകാറുണ്ട്. ഒരിക്കലും അതൊരു PR വർക്ക് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടായിരിക്കില്ല. ഈ ചെന്താമരയുടെ അവിടുത്തെ പെൺകുട്ടികൾ പറഞ്ഞിരുന്നു, പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, പലരും വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഞങ്ങളെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരേ ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന്. അപ്പോൾ അത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന, അതിനപ്പുറം രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം അറിയാത്ത ഒരു രമേശ് ചെന്നിത്തല ഉണ്ടോ? ആ രമേശ് ചെന്നിത്തലയാണോ ഇപ്പോൾ കേരളം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ കേരളം അറിയാത്ത ഒരു രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ കേരളം അറിയാത്തൊരു രമേശ് ചെന്നിത്തല ഉണ്ടോ എന്നുള്ളത് സത്യമാണ്. കാരണം ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്നാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിർബന്ധമുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം പലപ്പോഴും വളരെ കൃത്യമായിട്ട് നിലപാടുകൾ എടുത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അതങ്ങനെ ഒരു സംഭവം വളരെ കുറവാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇങ്ങനെ ഈ സാമൂഹ്യപരമായ ഇടപെടലുകൾ നടത്തുമ്പോൾ കഴിയുന്നതും അത് ഒരു പത്രവാർത്തയാകാതിരിക്കാനോ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയിൽ വരാതിരിക്കാനോ ഒക്കെ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പലപ്പോഴും അതൊരു പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്, നമ്മളത് പലപ്പോഴും മറന്നു വന്ന്, കോവിഡ് കാലത്ത് കേരളത്തിന് പുറത്ത് കുടുങ്ങിപ്പോയ നിരവധി മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള, അദ്ദേഹം നിരവധി കാലം പാർലമെന്റിലൊക്കെ പ്രവർത്തിച്ച ആളായതുകൊണ്ടും AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥലത്തൊക്കെ പ്രവർത്തിച്ച ആളായതുകൊണ്ട് അദ്ദേഹമായിട്ട് പരിചയമുള്ള MP മാരും MLA മാരും മന്ത്രിമാരും ഇന്ത്യ മുഴുവനുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് കുടുങ്ങിപ്പോകുന്ന, ഇപ്പോൾ ബീഹാറിൽ കുടുങ്ങിപ്പോകുന്നവർ, ഡൽഹി കുടുങ്ങിപ്പോകുന്നവർ, ചണ്ഡീഗഡിൽ കുടുങ്ങിപ്പോയവർ, അതുപോലെ ബോംബെയിലും പൂനെയിലും കുടുങ്ങിപ്പോയ പലരും കേരളത്തിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കുമ്പോഴൊക്കെ ഉടൻ തന്നെ അവിടെയുള്ള ബന്ധപ്പെട്ട MP മാരായിട്ടോ MLA മാരായിട്ടോ ഒക്കെ അദ്ദേഹത്തിന് ഉടൻ തന്നെ ബന്ധപ്പെടാനും, കാരണം അവർക്ക് അദ്ദേഹത്തിന് സുഹൃത്തുക്കളായതുകൊണ്ട് ഉടൻ തന്നെ ബന്ധപ്പെട്ട് ഇവരെയൊക്കെ കേരളത്തിൽ എത്തിക്കാനുമുള്ള ഒരു ഏർപ്പാടുകൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നു. മറ്റു പല പാർലമെന്റ് അംഗങ്ങളെയും മറ്റു പല ആളുകളെയും അപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ വ്യാപകമായ ബന്ധങ്ങൾ പലപ്പോഴും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കോവിഡ് കാലത്താണ് ഏറ്റവും അധികം മലയാളികൾ, പുറത്ത് വിട്ടുപോയ മലയാളികളെ കേരളത്തിൽ എത്തിക്കാൻ അദ്ദേഹം വളരെയധികം ഉത്സാഹിച്ചു. പ്രത്യേകിച്ച് ഗൾഫിൽ കുടുങ്ങിപ്പോയ പലരെയും അദ്ദേഹം നാട്ടിലെത്തിച്ച കാര്യം എനിക്കറിയാം. കാരണം അദ്ദേഹം വിദേശകാര്യ വകുപ്പിൻ്റെ പാർലമെന്ററി കാര്യ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് ഗൾഫിലും യൂറോപ്പിലൊക്കെ പലപ്പോഴും പല രാജ്യങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് വിളിക്കാനും ബന്ധപ്പെടാനും അദ്ദേഹത്തിന് ദേശീയ തലത്തിലുള്ള പ്രവർത്തന പരിചയം ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഉപകരിച്ചിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും കോവിഡ് കാലത്ത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ പലപ്പോഴും അദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് പെട്ടുപോയ പല മലയാളികളെയും ഇന്ത്യക്ക് അകത്ത് എത്തിക്കാൻ വേണ്ടി വളരെ സ്തുത്യർഹമായ സേവനം അദ്ദേഹം അനുഷ്ഠിച്ചു. പക്ഷേ ഇതാരെങ്കിലും ഒരു മാധ്യമങ്ങളോട് പറയുകയോ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ മടിയായിരുന്നു. പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പിൽക്കാലത്തും അദ്ദേഹം ധാരാളം നിരവധി കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കുക, പ്രത്യേകിച്ച് ഈ ആദിവാസി ഊരുകളിലെ ദളിത് കോളനികളിലേക്ക് പെട്ട കുട്ടികളിൽ നിരവധി കുട്ടികളുടെ പഠന ചെലവുകൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ഒരിക്കലും അത് പുറത്തു വരാതെ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇങ്ങനെ മനുഷ്യരെ സഹായിക്കുന്നത്. അതൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രമൊന്നുമല്ല, അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യനെ ആളുകൾ സഹായിക്കുന്നത് ഞാൻ വിളിച്ചു പറയേണ്ടതില്ല എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അക്കാര്യത്തിലാണ് എപ്പോഴും അദ്ദേഹം, ആ ഒരു സംസ്കാരം അദ്ദേഹത്തിൻ്റെ അതാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അല്ല, പല വീഡിയോയുടെ അടിയിലും പലരും സഹായിച്ചതായി, രമേശ് ചെന്നിത്തല സഹായിച്ച പല കാര്യങ്ങളും കമന്റുകളായി ഇടുന്നതൊക്കെ കണ്ടു. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ PR വർക്ക് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സമൂഹം അറിയണ്ടേ? അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായ രമേശ് ചെന്നിത്തലയ്ക്കപ്പുറം സ്നേഹത്തിന്റെ മുഖമുള്ള, മനുഷ്യത്വമുള്ള, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രമേശ് ചെന്നിത്തല ഉണ്ട് എന്ന് കേരളം അറിയണ്ടേ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തി സ്വഭാവം അല്ലെങ്കിൽ വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെ ഭാഗമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അത്തരത്തിൽ ഉപദേശം നൽകി എന്നുള്ള എന്നോട് അദ്ദേഹം പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾക്ക് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് അയാൾക്ക് പ്രയോജനം ഉണ്ടാകുക എന്നതിനപ്പുറത്തേക്ക് നിനക്ക് എന്തെങ്കിലും അതുകൊണ്ട് ലഭിക്കുക എന്നുള്ളത് നീ ചിന്തിക്കരുത് എന്നുള്ളൊരു അങ്ങനെ ഒരു ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല ഘട്ടങ്ങളിലും അദ്ദേഹം ഇങ്ങനെ ഈ ഒരു സഹായങ്ങൾ നൽകിയത് പലപ്പോഴും പുറത്തു പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയ പല സന്ദർഭങ്ങൾ. അപ്പോഴുള്ള അദ്ദേഹം അദ്ദേഹം അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്നത്, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്. ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അയാൾക്ക് ഉപകാരം ചെയ്തു, അത്രമാത്രം. അയാൾ പിന്നെ നിന്നോട് എങ്ങനെ പെരുമാറി അല്ലെങ്കിൽ മറ്റുള്ളവർ അതെങ്ങനെ പരിഗണിച്ചൊന്നും നിന്റെ വിഷയങ്ങളെ അല്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്യുക എന്നുള്ള സാധാരണ നമ്മുടെ അച്ഛനും അമ്മയും
നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കൊണ്ട് വരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അറിയാം, പലർക്കും അറിയാൻ പാടാത്തൊരു കാര്യം, ഒരു കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാക്കളിൽ പലരും വളരെ പല കോൺഗ്രസ് നേതാക്കളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. അപ്പോൾ ഒരു പ്രമുഖനായ നേതാവ് അദ്ദേഹം പെട്ടെന്ന് തളർന്നു വീണു, സ്ട്രോക്ക് കഴിഞ്ഞിട്ട് തളർന്നു വീണു. അദ്ദേഹത്തിന് അന്ന് 18 ലക്ഷം രൂപയോളം ആശുപത്രി ചിലവായി. മുഴുവൻ കാശും കൊടുത്തത് അന്ന് KPC അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയായിരുന്നു. മുഴുവൻ പൈസയും തീർത്തു കൊടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അത് ആരും പറഞ്ഞില്ല. സ്വന്തം പാർട്ടിയിൽ തന്നെ പലർക്കും പിന്നീട് നാളുകൾക്ക് ശേഷമാണ് അത് അറിഞ്ഞത്. കാരണം ഇദ്ദേഹം ഇങ്ങനെ കൊഴിഞ്ഞോണം ആശുപത്രി ആയിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അയാൾക്ക് ആ ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്ത് യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, എത്ര രൂപ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം, ഇയാളെ സുഖമായിട്ട് ഇറക്കിക്കൊണ്ടുവരുന്ന ഡോക്ടർമാരോടൊക്കെ പറഞ്ഞ് ആ പൈസ എല്ലാം കൊടുത്ത് ബില്ലെല്ലാം അടച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തല. പക്ഷെ അതിനുശേഷം ഈ ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന വ്യക്തി തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തിരികുകയും ഒത്തിരി ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും പുള്ളിക്കൊരു വിഷയമായിരുന്നില്ല. അപ്പം അങ്ങനെ പലപ്പോഴും അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുക, പല്ല് തേക്കുക, കുളിക്കുക എന്നൊക്കെ പറയുന്ന ആ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ആർക്കെങ്കിലും സഹായം തന്റെ മുമ്പിൽ വന്നാൽ, സഹായം ആവശ്യമുള്ളവൻ തന്റെ മുമ്പിൽ വന്നാൽ തനിക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കുക. അതിൽ ഒത്തിരി പാർട്ടിക്കാരെയും പാർട്ടിക്കാരല്ലാത്തവരെയൊക്കെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അത് പ്രത്യേകിച്ച് പല ആളുകളുടെയും അദ്ദേഹത്തോട് കർശനമായിട്ട് വളരെ എതിർക്കുന്ന പല രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിന് മുന്നിൽ വന്നു. ചില മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തേക്ക് വളരെയധികം എതിർക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറയും. ടി വി ചാനലുകളൊക്കെ രമേശ് ചെന്നിത്തലയെ വളരെ അപമാനിക്കുന്ന ഒത്ത് സംസാരിക്കുകയും ചെയ്ത ആളുകളൊക്കെ പിന്നീട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് പല കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ജീവിതത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ജീവിത സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല കാര്യത്തിൽ. അതുപോലെ തന്നെ ഹരിപ്പാടുകാരുമായി സംസാരിക്കുമ്പോൾ ഹരിപ്പാടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ജാതിയോ മതമോ തന്റെ അടുത്ത് വരുന്ന വ്യക്തി ഏത് പാർട്ടിക്കാരനാണ് എന്ന് പോലും രമേശ് ചെന്നിത്തല നോക്കാറില്ല. എന്താവശ്യവുമായി ചെന്നാലും ഹരിപ്പാടിന്റെ MLA ആണ്, എന്താവശ്യവുമായി ചെന്നാലും ഹരിപ്പാടുകാർക്ക് നടത്തി കൊടുത്തിരിക്കും രമേശ് ചെന്നിത്തല എന്ന് ഹരിപ്പാടുകാർ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ അവിടെ രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. പക്ഷെ ഇതൊന്നും തന്നെ എന്താണ് ഈ പറയുന്ന സർക്കാർ ആകട്ടെ അല്ലെങ്കിൽ ഭരണപക്ഷം പോലും രമേശ് ചെന്നിത്തല ആ വിഷയത്തിൽ അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ജാതി നോക്കുന്നില്ല, ഈ പറയുന്ന രാഷ്ട്രീയം നോക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ രമേശ് ചെന്നിത്തല വളരെ സിമ്പിൾ ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ മുഖ്യമന്ത്രി എടുത്ത് നോക്കുമ്പോൾ വലിയ ധാർഷ്ട്യമുള്ള മനുഷ്യനാണ്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും PR-ന്റെ അല്ലെങ്കിൽ PR ടീം പറയുന്നത് എന്തോ അതാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മറുവശത്ത് രമേശ് ചെന്നിത്തല ഒരു PR-ഉം ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറച്ചിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഈ ഒരു തലമുറയ്ക്ക് പ്രചോദനം തന്നെയല്ലേ? അല്ല, അദ്ദേഹം വളരെ ഉയർന്ന മാനവികതാ ബോധമുള്ള ആളാണ് ശരിക്കും രമേശ് ചെന്നിത്തല. കാരണം അദ്ദേഹം കാണുകയും പഠിച്ചു വരികയും ചെയ്ത ആളുകൾ അത്രയ്ക്ക് ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള പൊളിറ്റിക്സ് ആയിരുന്നു. K. കരുണാകരനായാലും അതുപോലെ നേതാക്കൾ, ഇപ്പോൾ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അവർക്ക് അറിയാത്തൊരു കാര്യം തന്നെയാണ്, ഇന്ദിരാഗാന്ധിയുടെ കൂടെ പ്രണബ് കുമാർ മുഖർജിയുടെ കൂടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്ന് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയ ആളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അത്തരം ആളുകളുടെ കൂടെ ഇരുന്ന് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയ ഒരു സംസ്കാരം അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഒരു PR എക്സസൈസിനൊന്നും ഒരു പരിധി വിട്ട് അദ്ദേഹം നിന്നു കൊടുക്കാതെ ഈ പറയുന്ന തൻ്റെ മുന്നിൽ വരുന്ന ആ വ്യക്തി ആരായാലും അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തായാലും അത് ആ വ്യക്തി ആരായിക്കോട്ടെ, അത് ഹരിപ്പാടുകാരൻ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഹരിപ്പാടെന്നല്ലാത്ത പുറത്തുനിന്ന് ഒരാൾ ചെന്നാൽ പോലും അദ്ദേഹത്തിന് ചെയ്യാം. ആ വ്യക്തിയുടെ ജീവിത പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കി, ജീവിതത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, അത് തന്നെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ നിഷ്പ്രയാസം അദ്ദേഹം ചെയ്തു കൊടുക്കും. അതിന് അദ്ദേഹം ഏതറ്റവരെ പോകും, ആരെയും വിളിക്കും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി പോലും അദ്ദേഹം, വിദേശകാര്യ സെക്രട്ടറിയൊക്കെ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമാണ്. മുന്നിൽ വരുന്ന ആരെയും നിരാശരാക്കി വിടരുത് എന്നുള്ള ഒരു സംസ്കാരം അദ്ദേഹം പേറുന്നുണ്ട്. പിന്നെ ഹരിപ്പാടിന്റെ കാര്യം സംബന്ധിച്ചുള്ള, ഹരിപ്പാടിൽ അദ്ദേഹം രമേശ് ചെന്നിത്തല മത്സരിച്ചില്ല എങ്കിൽ പിന്നെ കോൺഗ്രസിന് ആ സീറ്റ് കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഹരിപ്പാട് ശരിക്കും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്, ഒരു CPM മണ്ഡലമാണ് ഇതാർന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല മത്സരിക്കുമ്പോൾ മാത്രമേ പലപ്പോഴും അത് കോൺഗ്രസ് പക്ഷത്തേക്ക് വരാറുള്ളൂ. ഒരുപക്ഷെ ഇന്നും ഭയപ്പെടുന്ന അദ്ദേഹം കോൺഗ്രസ്, അദ്ദേഹമല്ല വേറൊരു സ്ഥാനാർത്ഥിയോടെ മത്സരിച്ചാൽ ആ സീറ്റ് കോൺഗ്രസിനോ UDF-നോ ലഭിക്കുന്ന കാര്യമില്ല. കാരണം അദ്ദേഹം വളരെ 26 വയസ്സിൽ അവിടുത്തെ MLA ആളാണ്. 3 തലമുറ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ 3ാമത്തെ തലമുറയാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ കാണുന്നത്. അപ്പോൾ ഈ 3 തലമുറകളായിട്ട് അദ്ദേഹത്തിന് അവിടെ അഭേദ്യമായ ബന്ധമുണ്ട്. ഹരിപ്പാടല്ല, 3 തലമുറ, ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ 3 തലമുറ ജനങ്ങളായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഹരിപ്പാട് എന്നുള്ള ആര് വന്നാൽ എന്ത് വിഷയത്തിന്, അത് ഈ പറഞ്ഞ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നുമില്ല, ഇവിടെ വിഷയമില്ല എന്നുള്ളത് സത്യം തന്നെ. കാരണം ഹരിപ്പാട് ഒരു വ്യക്തി തന്നെ മുന്നിൽ ഒരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തിരിക്കും. അതല്ല ഹരിപ്പാട്ടുകാരനല്ല, ഇനി കോഴിക്കോട്ടുകാരനോ കാസർഗോഡുകാരനാണെന്നിരിക്കട്ടെ, എന്നാലും ആ കാര്യം അദ്ദേഹത്തിന് കഴിയാവുന്ന കാര്യം അദ്ദേഹം നടത്തിയെടുക്കും. അതല്ലെങ്കിൽ അതിന് വേണ്ടി മറ്റൊരാളെ അദ്ദേഹം കണ്ടെത്തി ഏൽപ്പിക്കും. ഒരാളെ സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഒരാളെ കണ്ടെത്തി ഏൽപ്പിച്ച് അദ്ദേഹം മുന്നിൽ വരുന്ന ഒരാളുടെ ന്യായമായ അവകാശങ്ങൾക്കെതിരെ അദ്ദേഹം ഒരിക്കലും മുഖം തിരിച്ചു നിൽക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് ഇത്ര കാലത്തെ വരെ ഇത് മനസ്സിലായിരിക്കുന്നത്.